നമസ്കാരം, ഞാൻ സവിത. സമൂഹത്തിൽ ഏറ്റവും മൂല്യതയേറിയ പ്രൊഫഷനിൽ ഒന്നാണ് നഴ്സിംഗ് പ്രൊഫഷൻ. നഴ്സിംഗ് ഒരു സേവനമാണ്. പക്ഷേ ഈ സേവനത്തിന് പിന്നിൽ ധാരാളം വെല്ലുവിളികളും പരിമിതികളും ഉണ്ട്. രോഗികളോടുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റവും അതുപോലെ അവർക്കായി നൽകുന്ന സമയവും നഴ്സുമാരുടെ സമർപ്പണത്തിൻ്റെയും കരുതലിനെയും വിളിച്ചോതുന്നു. പക്ഷേ ഈ പ്രൊഫഷന് പലപ്പോഴും വേണ്ടിവരുന്ന പരിഗണനാ സംവിധാനങ്ങൾ അത് പലപ്പോഴും സമ്പൂർണ്ണതയില്ലായ്മയാണ് കാണിക്കുന്നത്. മാനസികവും ശാരീരികവും അതുപോലെ പ്രൊഫഷണലും സാമൂഹികവുമായി നിരവധി പരിമിതികൾ നേഴ്സിനെ സംബന്ധിച്ചുണ്ട്. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമുക്ക് പറയാൻ കഴിയുന്നത് കുറഞ്ഞ ശമ്പളം, ലോ സാലറി. പലപ്പോഴായി കേരളത്തിലെ പല സ്വകാര്യ ആശുപത്രികളിലും കാണാൻ കഴിയുന്നത് അവരുടെ ഇല്ലെങ്കിൽ നേഴ്സുമാരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് അവരുടെ പരിശ്രമങ്ങൾക്കനുസരിച്ച് ഉള്ള സാലറി അല്ല അവർക്ക് കൊടുക്കുന്നത്. എപ്പോഴും ഓവർ ടൈം ചെയ്താലും അതിനുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പല നേഴ്സുമാർക്കും ലഭിക്കാറില്ല. ഇത് അധിക ജോലി സമയം അവിടെ വരുമ്പോൾ ഇപ്പം 8 അവർ എന്നൊക്കെ പറയുന്നത് 8 മണിക്കൂർ എന്നൊക്കെ ഉള്ളത് പുസ്തകങ്ങളിൽ മാത്രം 12 മുതൽ 24 മണിക്കൂർ വരെ വർക്ക് ചെയ്തു വരുന്ന നേഴ്സുമാരുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടമൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഇതുമൂലം അവർക്ക് വിശ്രമിക്കേണ്ട സമയങ്ങൾ നഷ്ടപ്പെടുന്നു. അതുമൂലം അവർ ശാരീരികവും മാനസികവുമായിട്ടുള്ള തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യും. വരുന്നത് സ്റ്റാഫ് ഷോർട്ടേജ്. കൃത്യമായ സ്റ്റാഫിൻ്റെ എണ്ണം കുറയുന്നത് മൂലം ഒരാൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ നിരവധി പേഷ്യൻസിനെ നോക്കേണ്ട സമയം വരുമ്പോൾ അവിടെ ഗുണനിലവാരം, അതായത് പേഷ്യൻറ്റിൻ്റെ കെയറിൻ്റെ ഗുണനിലവാരം കുറയുകയും അത് പിന്നീട് വേറെ പ്രശ്നങ്ങളിലേക്ക് വഴിതിരികയും ചെയ്യുന്നു. അപ്പോൾ സ്റ്റാഫ് ഷോർട്ടേജ് അതൊരു ലിമിറ്റേഷനാണ്. വരുന്ന ഒരു കാര്യമാണ് അംഗീകാരക്കുറവ്, സോഷ്യൽ റെക്കഗ്നിഷൻ. അത് കൂടുതലും പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ഷൻ കൂടുതൽ നേഴ്സിനാണ്, അവരുടെ ബന്ധുക്കളായിട്ടും പേഷ്യൻറ്റുമായിട്ടൊക്കെ. പക്ഷേ പലപ്പോഴും ഒരു അംഗീകാരം, സമൂഹത്തിൽ നിന്നുള്ള ഒരു അംഗീകാരമോ ഒന്നും ലഭിക്കുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ പലപ്പോഴും അലട്ടുന്ന ഒരു കാര്യമാണ് മെൻ്റൽ സ്ട്രെസ്, മാനസിക സമ്മർദ്ദം. രോഗികളിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റ് ബന്ധുമിത്രാദികളിൽ നിന്നോ, പിന്നെ ഓവർ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, ഇതെല്ലാം അവർക്ക് മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളുമാണ്. പിന്നീട് ഈ കരിയർ ഗ്രോത്ത് എന്നുള്ളൊരു കാര്യം പൊതുവെ സ്വകാര്യ ഹോസ്പിറ്റലുകളിലൊക്കെ പ്രൊമോഷൻ്റെ സാധ്യത കുറവാണ്. അപ്പോൾ പലപ്പോഴായിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി നേഴ്സുമാരിൽ ഉണ്ടാകുന്നു. അപ്പോൾ അടുത്തത് നിയമപരമായ സംരക്ഷണത്തിൻ്റെ അഭാവങ്ങൾ. പല ഹോസ്പിറ്റലുകളിലും നേഴ്സുമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. എന്തെങ്കിലും അനീതി കണ്ടാൽ തന്നെയും നമുക്ക് പറയാനുള്ള ഭയമാണ്. അത് നേരിടുന്ന ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത്രയും വെല്ലുവിളികൾ നേരിട്ടിട്ടും നേഴ്സുമാർ അവരുടെ ഹൃദയ സമർപ്പണത്തോടു കൂടിയുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ സേവനം തുടരുകയാണ്. അവരുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുകയും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു നേഴ്സിൻ്റെ കരുതലില്ലാതെ ഒരു ഹോസ്പിറ്റലിലും ജീവനില്ല എന്നുള്ളതാണ് വാസ്തവം.